ഇന്ന് മണ്ഡല പൂജയും മകരവിളക്കും കഴിഞ്ഞ് നട അടയ്ക്കുകയാണ്. ഇന്ന് ഭക്തർക്ക് ദർശനമില്ല. നേരത്തെ തന്നെ അറിയിച്ചിരുന്നത് പോലെ തന്നെ നമ്മുടെ മാധ്യമ സംഘം അടക്കമുള്ളവർ താഴെ നിൽക്കുകയാണ്. 18-ാം പടിക്ക് താഴെ നിൽക്കുകയാണ്. ഇന്ന് രാവിലെ 5-ന് നട തുറന്ന് അഭിഷേകവും നിവേദ്യവും കഴിഞ്ഞു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമവും നടന്നു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മടക്കയാത്രയുടെ സമയമാണ്. പൊന്നു 18-ാം പടി ഇറങ്ങി തിരുവാഭരണ ഘോഷയാത്ര തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ട് പന്തളം കൊട്ടാരത്തിലേക്ക് മടങ്ങുകയാണ്. അതിനു മുന്നോടിയായി ഈ സംഘം സോപാനത്തിലെത്തി 18-ാം പടി ഇറങ്ങി താഴേക്ക് വരും. അതിനുശേഷം പിന്നെ മറ്റാർക്കും അവിടെ പ്രവേശനമില്ല. പിതൃസ്ഥാനീയനായ പന്തളം രാജപ്രതിനിധി ഇക്കുറി ശ്രീ പുണർദം തിരുനാൾ PN നാരായണവർമ്മ സോപാനത്തെത്തി പുത്രനോട് യാത്ര പറഞ്ഞ് യാത്ര ചൊല്ലി 18-ാം പടി ഇറങ്ങി കൊട്ടാരത്തിലേക്ക് മടങ്ങുന്ന ഏറ്റവും വികാരനിർഭരമായ ചടങ്ങാണ്, ആചാരമാണ് നടക്കാൻ പോകുന്നത്. അരുൺ കൊടുങ്ങൂർ മഹാഗണപതി ഹോമം കഴിഞ്ഞിരിക്കണം ഈ സമയത്ത്. അതിനുശേഷമാണ് പന്തളത്തു നിന്നെത്തിയ തിരുവാഭരണ ഘോഷയാത്രാ സംഘം താഴേക്ക് ഇറങ്ങേണ്ടത്. അല്പം ഈ രാജപ്രതിനിധി ശ്രീ നാരായണവർമ്മജി സോപാനത്തെത്തുന്നു. മറ്റാർക്കും പ്രവേശനമില്ല എന്നറിയാം. ഇതേ തുടർന്ന് അദ്ദേഹം യാത്ര പറഞ്ഞ് മടങ്ങിയ ശേഷം മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി അയ്യപ്പനെ ഭസ്മവിഭൂഷിതനാക്കി യോഗദണ്ഡും രുദ്രാക്ഷമാലയും അണിയിച്ച് യോഗനിദ്രയിലാക്കിയ ശേഷം വീണ്ടും ഒരിക്കൽ കൂടി അവിടെ ഹരിവരാസനം മുഴങ്ങില്ലേ. അതിനുശേഷമല്ലേ രാജപ്രതിനിധി താഴേക്ക് ഇറങ്ങുന്നതും ക്ഷേത്രത്തിൻ്റെ താക്കോൽക്കൂട്ടവും പണക്കിഴിയുമൊക്കെ മേൽശാന്തിയിൽ നിന്ന് ഏറ്റുവാങ്ങി അദ്ദേഹം 18-ാം പടി ഇറങ്ങുന്നതും. അരുൺ, ഗൂഗിൾ. തീർച്ചയായും പ്രദീപുള്ള പറഞ്ഞതുപോലെ തന്നെയുള്ള ആ ഒരു ചടങ്ങുകൾക്കാണ്. എന്തായാലും ഗണപതി ഹോമം ഇപ്പോൾ ഭഗവാന്റെ സന്നിധാനത്ത് പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഏത് നിമിഷം വേണമെങ്കിലും ഭഗവാന്റെ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ആ തിരുവാഭരണ പേടക സംഘം 12-ാം തീയതി പന്തളത്തു നിന്നും ഏറ്റവും ആഘോഷപൂർവ്വം ഏറ്റവും പ്രൗഢമായ ഒരു യാത്ര നടത്തിയ ആ തിരുവാഭരണ സംഘം 14-ാം തീയതിയോടെയാണ് ശബരിമല സന്നിധാനത്തെത്തിയത്. അന്ന് വൈകുന്നേരം 6:30 സംക്രമ സമയത്ത് ഭഗവാന് തിരുവാഭരണം ചാർത്തിയുള്ള ആ ഒരു ദീപാരാധന ഭക്തസഹസ്രങ്ങളാണ്, ഭക്തലക്ഷങ്ങളാണ് ഈ ഒരു ദീപാരാധനയ്ക്ക് സാക്ഷിയാകാനായി ഭഗവാന്റെ തിരുസന്നിധാനത്തേക്ക് എത്തിയത്. അതിനുശേഷമുള്ള ആ ഒരു മടക്കയാത്ര അതേപോലെ തന്നെ ഒരു വൈകാരികമായുള്ള ആ ഒരു മനോഹരമായുള്ള ഒരു യാത്ര തന്നെയാണിത്. തീർച്ചയായിട്ടും ആ മടക്കയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. അല്പസമയത്തിനകം തന്നെ ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകും. ആ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം വരെ രാത്രി വരെ ഇടമുറിയാതെ ആളുകൾ തൊഴുത് കയറിപ്പോയിക്കൊണ്ടിരുന്ന ആ 18-ാം പടി ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ 18-ാം പടി ആ തിരുവാഭരണ പേടകങ്ങളുടെയും രാജപ്രതിനിധിയെയും തിരികെ ഉള്ള യാത്ര അയക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ മനോഹരമായിട്ട് അങ്ങനെ തയ്യാറായി നിൽക്കുകയാണെന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ലക്ഷോപലക്ഷം തീർത്ഥാടകർക്ക് ദർശനത്തിൻ്റെ സുഹൃതം നുകർന്നുകൊണ്ട് ഒരു മണ്ഡല മകരവിളക്ക് കാലത്തിന് കൂടി പരിസമാപ്തി കടക്കുകയാണ്. ഇനി ഇത് മകരസംക്രമത്തിന്റെ നാളാണ്. മകര സംക്രമം എന്ന് പറയുന്നത് സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു കാലയളവാണ്. അത് വലിയ സന്ദേശം, പരിവർത്തനത്തിന്റെ ഒരു കാലഘട്ടം കൂടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും ഈ മകരസംക്രമത്തിന് ശേഷമുള്ള ഉത്തരായന നാളുകൾ, പകലിന്റെ ദൈർഘ്യം കൂടുതലുള്ള നാളുകളാണ്. ആ നാളുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രവർത്തനം ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പ്രവൃത്തി ചെയ്യാനുള്ള കൂടുതൽ സമയം ഇനി അങ്ങോട്ട് മുന്നോട്ടുണ്ട്. അതൊക്കെയാണ് ഈ അയ്യപ്പ ചൈതന്യവും അല്ലെങ്കിൽ ഈ മണ്ഡല മകരവിളക്ക് മകരസംക്രമ സന്ദേശവും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. എന്തായാലും ആ ഓരോ മനുഷ്യരുടെയും ഉത്തരവാദിത്തങ്ങൾ അത് നിറവേറ്റാൻ വേണ്ടി കൂടുതൽ സമയം ഇനി ഈ പകൽ ദിവസങ്ങളിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ് മകരസംക്രമത്തിൻ്റെ സന്ദേശം. എന്തായാലും ആ സന്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ശബരിമലയുടെ ആ ഒരു ഏറ്റവും അവസാനത്തെ ആചാരങ്ങൾ കൂടി നടപ്പാക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ രാജപ്രതിനിധി തൊഴുത് പടിയിറങ്ങുന്ന ആ ദൃശ്യം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. എന്തായാലും ഒരു 2 മാസം നീണ്ടുനിന്ന ആ ഒരു വ്രതാനുഷ്ഠാന കാലഘട്ടം, ഒപ്പം ശരണം വിളികളുടെ ഒരു കാലഘട്ടം അതൊക്കെ നിലച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ശരണം വിളികളില്ലാതെ പൂർണ്ണ നിശബ്ദതയിലേക്ക് കാനനം മാറുകയാണ്. തീർച്ചയായും ഈ 18-ാം പടിയുടെ ഈ ഒരു ദൃശ്യം അപൂർവങ്ങളിൽ അപൂർവമായാണ് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങിയാൽ കാണുക. അങ്ങനെ എല്ലാ സമയവും 24 മണിക്കൂറും ഭക്തരെ കൊണ്ട് നിബിഡമാകുന്നൊരവസ്ഥയിലേക്കാണ് ഭഗവാന്റെ ഈ പൊന്നു 18-ാം പടി കൊള്ളത്. ഇടമുറിയാതെ ഇങ്ങനെ ഭക്തർ ശരണം വിളിച്ചുകൊണ്ട് പവിത്രമായ സത്യമായ പൊന്നു 18-ാം പടിയെ തൊഴുതുകൊണ്ട് ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് തത്വമസി എന്നുള്ള ആ വലിയ പൊരുളിനടുത്തേക്ക് എത്തുന്ന ആ മനോഹരമായ
രീതിയിലുള്ള ആ ഒരു കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു നമ്മൾ ഇതുവരെയും കണ്ടത്. എന്നാൽ ഇത് തികച്ചും വ്യത്യസ്തമായി ആളൊഴിഞ്ഞ ഒരു 18-ാം പടിയാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഒരു സംഘം ഈ തിരിച്ചുള്ള എഴുന്നള്ളിപ്പിനായി തിരിച്ചുള്ള ആ ഒരു മടക്കയാത്രയ്ക്കായി തയ്യാറായിരിക്കുകയാണ്. എന്തായാലും തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ആ തിരുസന്നിധാനത്ത് ഭഗവാന്റെ പൊന്നു സന്നിധാനത്ത് ഇപ്പോൾ പൂർത്തിയായി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും 5:45 ഈ തിരിച്ച് ഇറക്കമുണ്ടാകുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്തായാലും അല്പം ഒന്ന് വൈകി അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ തിരിച്ച് എഴുന്നള്ളിപ്പുണ്ടാകും. അതിനായുള്ള ഒരു കാത്തിരിപ്പിലാണ്. എന്തായാലും ഈ കാനന പാതയിലൂടെ പരമ്പരാഗതമായ പാതയിലൂടെ തന്നെയുള്ള ഒരു മടക്കയാത്ര, ആ മടക്കയാത്രയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരൊക്കെ തന്നെ തയ്യാറെടുക്കുകയും ചെയ്തു. 3 തിരുവാഭരണ പെട്ടികളാണ് ഉള്ളത്. ആ ഒരു തിരുവാഭരണ പെട്ടികൾ സന്നിധാനത്തു നിന്നും ഭഗവാന്റെ തിരുസന്നിധാനത്തു നിന്നും തിരിച്ചിറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. തീർച്ചയായിട്ടും 12-ാം തീയതിയാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നും ശ്രീകൃഷ്ണ പരുന്തിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ നിന്നും യാത്ര പുറപ്പെട്ട് നിരവധി കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ, ഭക്തജനങ്ങളുടെ സ്വീകരണങ്ങളും പ്രാർത്ഥനകളും ഏറ്റുവാങ്ങി കാനനപാത താണ്ടി 14-ന് വൈകുന്നേരത്തോടുകൂടി ശബരിമലയിൽ എത്തിച്ചേർന്നത്. ആ തിരുവാഭരണങ്ങൾ അയ്യപ്പന് 18-ാം പടി കടന്നെത്തിയ തിരുവാഭരണങ്ങൾ അയ്യപ്പന് ചാർത്തിയ സമയം ക്ഷേത്ര നടയടച്ച് ദീപാരാധനയ്ക്ക് ശേഷം നട തുറന്ന ആ വേളയിൽ അങ്ങ് പടിഞ്ഞാറ് ഭാഗത്ത് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി, ആ മകരജ്യോതി ലക്ഷോപലക്ഷം തീർത്ഥാടകർ ഭക്തർ ആ മകരജ്യോതി ദർശനത്തിൻ്റെ പുണ്യം നുകർന്നു. അതിനുശേഷം വീണ്ടും ഒരു 6 നാൾ ചടങ്ങുകളാൽ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളും ചടങ്ങുകളാലും സമ്പന്നമായിരുന്നു ശബരിമലയ്ക്ക് മാത്രം അവകാശപ്പെട്ട പ്രത്യേക ചടങ്ങുകൾ. അത് കൊമ്പൻ വീശക്കാരനായിട്ടുള്ള അയ്യപ്പൻ്റെ എഴുന്നള്ളിപ്പ്, അത് മണിമണ്ഡപത്തിൽ നിന്നാണ്. മണിമണ്ഡപം നമുക്കറിയാം, ശ്രീകോവിലിനോളം പ്രാധാന്യം ഭക്തർ കൽപ്പിക്കുന്നതാണ് മണിമണ്ഡപത്തിനും. അയ്യപ്പൻ്റെ സമാധി സ്ഥാനം എന്നൊക്കെ വിശ്വസിക്കുന്ന ഇടമാണ് മണിമണ്ഡപം. അവിടെ അയ്യപ്പൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കളമെഴുത്തും പാട്ടും, ഒപ്പം അവിടെ നിന്നുള്ള എഴുന്നള്ളിപ്പ്, അതിനുശേഷം നായാട്ടുവിളി അടക്കമുള്ള ചടങ്ങുകൾ, ഈ ചടങ്ങുകളൊക്കെ നടത്തുവാനായിട്ട് പാരമ്പര്യമായിട്ട് അവകാശം സിദ്ധിച്ച ആളുകളുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഈ നായാട്ടുവിളി ചടങ്ങ് നടത്തുന്നത് പെരുന്നാട് പള്ളിക്കുറുപ്പന്മാർ എന്നറിയപ്പെടുന്ന പുന്നമൂട്ടിൽ കുടുംബക്കാരാണ്. അവരായിരുന്നു നായാട്ടുവിളി ചടങ്ങുകൾ പൂർവാധികം ഭംഗിയായിട്ട് അവർ തലമുറകളായിട്ട് അവരുടെ ആ ഒരു അവകാശം അത് കൃത്യമായിട്ട് അയ്യപ്പന് വേണ്ടിയിട്ട് നിറവേറ്റി വന്നിരുന്നവരാണ്. അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ എടുത്തിരുന്നതാണ്. അതിനുശേഷം ഇന്നലെ നടന്ന ഗുരുതി ചടങ്ങ്, റാന്നി കുന്നക്കാട് തറവാട്ടുകാർക്കാണ് ഗുരുതി ചടങ്ങ് നടത്തുവാനായിട്ട്, ശബരിമലയിൽ ഗുരുതി ചടങ്ങ് നടത്തുവാനായിട്ട് പാരമ്പര്യമായിട്ട് അവകാശമുള്ളത്. അങ്ങനെ ഒരു വൈവിധ്യതയുടെയും അതിന്മേലുള്ള ഒരു ഏകത്വത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമാണ് ശബരിമല എന്ന് പറയുന്നത്. വിവിധങ്ങളായിട്ടുള്ള ചടങ്ങുകൾ, ആചാരങ്ങൾ, അതിനൊക്കെ കൃത്യമായിട്ട് നടപ്പാക്കാനായിട്ട് ഓരോരുത്തർക്കുള്ള അല്ലെങ്കിൽ ഓരോ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അവകാശം, അതൊക്കെ വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് മുറതെറ്റാതെ നടന്നു വരുന്നു. അതൊക്കെ കണ്ടു തൊഴുവാനായിട്ട് ലക്ഷോപലക്ഷം തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ശബരിമലയുടെ മാത്രം പ്രത്യേകത. അതുമാത്രമല്ല, ഈ ഒരു 2 മാസക്കാലം മാത്രം ഇത്രയധികം ഭക്തരെ കൊണ്ട് നിറയുന്ന ഒരു കാനന ക്ഷേത്രം, ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊന്നായി ശബരിമലയെ അത് മാറ്റുന്നു. ശബരിമലയുടെ സവിശേഷത വർദ്ധിപ്പിക്കുന്നു. എന്തായാലും ആ ചടങ്ങുകൾക്കൊക്കെ തന്നെ അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക്, അതിൻ്റെ ഒരു ശുഭപര്യവസാനത്തിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. ഇനി 1 വർഷം നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പും വ്രതാനുഷ്ഠാനവും ഒക്കെയാണ്. അയ്യപ്പൻ്റെ മണ്ഡല മകരവിളക്ക് പൂജകളൊക്കെ കണ്ടു തൊഴുക എന്നുള്ളത് 1 വർഷം നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പാണ്. എന്തായാലും ആ ഒരു വൈകാരികമായി തന്നെ ഭക്തർ ആ ഒരു നിമിഷത്തെ ഏറ്റെടുക്കുകയാണ്. തീർച്ചയായും ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. അതായത് ഈ 2018 അതിനു മുമ്പ് കൊണ്ട് ശബരിമല തീവയ്പ്പ് കേസൊക്കെ നമുക്കറിയാം. അതിനുശേഷം ഈ പ്രത്യക്ഷത്തിൽ തന്നെ ഭഗവാന്റെ തിരുസന്നിധാനത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആ അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ തകർക്കാൻ ഒരു സർക്കാർ സംവിധാനം തന്നെ കൃത്യമായ ഇടപെടലിലൂടെ ശബരിമലയുടെ പവിത്രമായ ഏറ്റവും പരിപാവനമായുള്ള ആചാരങ്ങളൊക്കെ തന്നെ തകർത്തുകൊണ്ട് ശബരിമലയെ തകർക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഓരോ മണ്ഡല മകരവിളക്ക് കാലത്തും തീർത്ഥാടക ലക്ഷങ്ങളുടെ എണ്ണം കൂടുന്നതല്ലാതെ ഒരു തരത്തിലുള്ള ഒരു കുറവും ഇവിടേക്ക് ഉണ്ടായില്ല. ഭഗവാനോടുള്ള ഒരു അചഞ്ചലമായ ഭക്തി, ഒരു വിളിപ്പുറത്തേക്ക് ഭഗവാൻ എത്തുന്നു എന്നുള്ള വലിയൊരു സങ്കല്പമുണ്ട്. ഇവിടെ ഇരിക്കുന്ന അത് പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ, ഭക്തരാകട്ടെ, മറ്റ് വകുപ്പ് ജീവനക്കാരാകട്ടെ, ഇവിടെയൊക്കെ എത്തുന്നവരൊക്കെ സ്വാമിമാരാണ്. ആ സ്വാമിമാർക്ക് ഓരോ
അനുഭവങ്ങളുമുണ്ട്. ഇവിടേക്ക് എത്താൻ ഓരോ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലവും ഭഗവാന്റെ മുന്നിലേക്ക് ആ ഒരു തങ്ങളെ ഏൽപ്പിക്കുന്ന നിയോഗം പൂർത്തിയാക്കാൻ അവർക്കൊക്കെ തന്നെയും ഭഗവാൻ നിശ്ചയിച്ച് നൽകിയ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ നിശ്ചയിച്ച് നൽകിയ ഒരു അനുഭവമുണ്ട്. അതുതന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടതും. കാരണം ഇവിടേക്ക് ഭഗവാനോടുള്ള ഒരു സംഗതിയാണ് നായാട്ടുവിളി. നാം പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായി പറയുകയാണ്. ഒരുപക്ഷെ മറ്റൊരു ചാനലിലും കണ്ടിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ പല ഭക്തർക്ക് പോലും അപരിചിതമായ ഒന്നായിരിക്കാം. അതല്ലെങ്കിൽ ജനൻ ടി വിയിലോ തത്തുല്യമായ ഏതെങ്കിലും മാധ്യമങ്ങളിലോ കണ്ടിട്ട് മാത്രം കേട്ടിട്ടോ അറിയുന്ന ഒരു കാര്യമായിരിക്കാം. പദ്യരൂപത്തിൽ ചിട്ടപ്പെടുത്തിയ അയ്യപ്പ ചരിതവും ഐതിഹ്യവും ദ്രാവിഡ മലയാള ഭാഷയിലാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. തലമുറകളിലൂടെ വാമൊഴിയായി പകർന്നു കിട്ടിയ ശീലുകളാണ് നായാട്ടുവിളി എന്ന് അറിയപ്പെടുന്നതും. ഗൂഗിള് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഈ അവകാശം നൽകിയിരിക്കുന്നത്. റാന്നി പെരുന്നാട് വെള്ളാളകുലരായിട്ടുള്ള പുന്നമൂട്ടിൽ കുടുംബത്തിനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇക്കുറി വന്ന PG മഹേഷ് അടക്കമുള്ള കുടുംബാംഗങ്ങളുടെ അഭിമുഖവും സംപ്രേഷണം ചെയ്തിരുന്നു. 576 ശീലുകളാണ് നായാട്ടുവിളിയിൽ ഉൾക്കൊള്ളുന്നത്. ഒരുപക്ഷെ ഇത് തത്സമയം കണ്ടവർ പോലും ഓരോ ശീലും ചൊല്ലിക്കഴിയുമ്പോൾ സംഘത്തിൽ ഒപ്പമുള്ളവർ വിളിക്കുന്ന ഈ ഹോയ് എന്ന ആ ഒരു ശബ്ദഘോഷം മാത്രമായിരിക്കാം തെളിഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചടങ്ങുകൾ തികഞ്ഞും ആചാരപരമാണ്, അനുഷ്ഠാനപരമാണ്. ഇതെല്ലാം ഒരുപക്ഷെ മകരവിളക്കോ ഉത്സവമോ കവർ ചെയ്യുന്നത് പോലെ അത്രയും വിശദമായി റിപ്പോർട്ട് ചെയ്യാനോ അത്രയും സമഗ്രമായി ചെയ്യാനോ പലപ്പോഴും പലർക്കും അവസരം ലഭിക്കാറില്ല. മാത്രമല്ല പരിമിതികൾ ഏറെയുണ്ട്. ഒരു ഭാഗത്ത് കൊമ്പൻ മീശ വച്ച് നായാട്ടിനിറങ്ങുന്ന അയ്യപ്പൻ്റെ തിടമ്പേന്തിയാണ് ഇത് പുറപ്പെടുന്നത്. ഒപ്പം സ്വാമിയയ്യപ്പൻ്റെ ഐതിഹ്യം അടിസ്ഥാനമാക്കിയിട്ടുള്ള ശീലുകളാണ് 576 ശീലുകളാണ് അവിടെ പാടി അവതരിക്കുന്നത്. ഓരോ ശീലും ചൊല്ലിക്കഴിയുമ്പോഴാണ് കൂടെയുള്ളവർ ഈ ഹുയി മുഴക്കുന്നത്. ഒരുപക്ഷെ ഭഗവാന്റെ മകരമാസ മഹോത്സവം നടക്കുകയാണെന്ന് മലനിരകളിലും അക്കരെയുമുള്ള ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഹുയി വിളി മുഴങ്ങുന്നതും. എന്തായാലും നായാട്ട് വിളിക്കുറിപ്പ് ഉൾപ്പെടെ 12 അംഗങ്ങളുള്ള സംഘമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തത്സമയം തന്നെ ജനൻ TV സംപ്രേഷണം ചെയ്തിരുന്നു. അതിൻ്റെ അവസാനത്തെ നാളിലാണ് ഇക്കഴിഞ്ഞ ദിവസം ശരംകുത്തിയിലേക്ക് ഈ നായാട്ടുവിളി പോയത്. വാദ്യഘോഷങ്ങളോടെ ദീപം തെളിഞ്ഞ തീവട്ടിയുടെ വെളിച്ചത്തിൽ ആഘോഷമായി ശബ്ദഘോഷങ്ങളോടുകൂടി ശരംകുത്തിയിലേക്ക് പോയ നായാട്ടുവിളി ഘോഷയാത്ര മടങ്ങുന്നത് തികച്ചും നിശബ്ദമായിട്ടാണ്. തീവട്ടിയിലെ ദീപങ്ങൾ അണച്ച് വാദ്യഘോഷങ്ങളില്ലാതെ നിശബ്ദമായി മടങ്ങുന്നത്. ഇതിലെ സങ്കല്പം എന്ന് പറയുന്നത്, ഐതിഹ്യം എന്ന് പറയുന്നത്, അയ്യപ്പസ്വാമിക്ക് കാവൽ നിൽക്കുന്ന മലദൈവങ്ങളും ഭൂതഗണങ്ങളും ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവ വേളയിൽ അവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് മലനിരകളിലേക്ക് ഉൾക്കാടുകളിലേക്ക് മാറി നിൽക്കുന്നു എന്നാണ് സങ്കല്പം. ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സമയം കഴിഞ്ഞു. ഇനി ഇവരെ തിരികെ മടക്കി ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അയ്യപ്പസ്വാമി നേരിട്ട് പോകുന്നു എന്നാണ് സങ്കല്പം. അതിലൊരല്പം കൗതുകമുള്ളത്, ഒരു പക്ഷേ പരിഭവിച്ചാണ് ഇവർ നിൽക്കുന്നതെങ്കിൽ ആ പരിഭവം മാറ്റി നിങ്ങളാണെന്നും എൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി മലദൈവങ്ങളെയും ഭൂതഗണങ്ങളെയും തിരികെ ആനയിക്കുന്ന ചടങ്ങാണ്. ഇതിന് ശേഷമാണ് ശബ്ദഘോഷങ്ങൾക്ക് അവിടെ ഇടമില്ലാത്തത്. പിന്നെ കഴിഞ്ഞ ദിവസമാണ് മലദൈവങ്ങൾക്കായി നമ്മൾ അവിടെ ഗുരുതി കണ്ടത്. ഗുരുതി ഇന്നലെ നടന്നു. അതും ജനൻ TVയിൽ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. ഇനി നേരത്തെ അരുണും ഗൂഗിളും ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ഏറ്റവും വികാരനിർഭരമായ ചടങ്ങുകളാണ്. അവിടെ രാവിലെ തന്നെ ഗണപതി ഹോമം നടന്നിരുന്നു. രാവിലെ 5-ന് പതിവ് പോലെ നട തുറന്നു. അഭിഷേകത്തിനും നിവേദ്യത്തിനും ശേഷം തന്ത്രിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം നടന്നു. മഹേഷ് മോഹനരാണ് നേതൃത്വം നൽകിയത്. അവിടെ ഗണപതി ഹോമ ചടങ്ങുകൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത് തിരുവാഭരണ സംഘം സ്വാമി അയ്യപ്പനെ വണങ്ങി
തിരുവാഭരണ പേടകങ്ങളുമായി 18-ാം പടി ഇറങ്ങുന്ന ചടങ്ങാണ് അടുത്ത് നടക്കേണ്ടത്. അതിനുശേഷമാണ് നേരത്തെ അരുണും ഗോകുലും ഒക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരുപക്ഷെ ഈ മണ്ഡല മഹോത്സവ കാലത്ത് ഏറ്റവും വികാര നിർഭരമായ ചടങ്ങ് നടക്കുക. രാജപ്രതിനിധി പുണർതം തിരുനാൾ PN നാരായണവർമ്മ സോപാനത്തെത്തി അയ്യപ്പനെ ദർശിക്കും. പിതാവ് പുത്രനോട് യാത്ര പറയുകയാണ്. പിതാവിനായിട്ടാണ് ഭക്തജന ലക്ഷങ്ങൾ ഒഴുകിയെത്തുമെങ്കിലും പിതാവിൻ്റെ ആഗ്രഹപ്രകാരമാണ് വർഷത്തിലൊരിക്കൽ കൊട്ടാരത്തിൽ നിന്ന് എത്തിക്കുന്ന ആഭരണങ്ങളും ഉടയാടകളും അണിഞ്ഞ് വില്ലാളി വീരനായി, വീരമണി കണ്ഠനായി, രാജകുമാരനായി, പന്തളരാജനായി, പന്തള രാജകുമാരനായി പിതൃതുല്യനായ രാജപ്രതിനിധിക്കും ഭക്തർക്കും ദർശനം നൽകുന്നത്. ആ ഉത്സവത്തിൻ്റെ, ആ ആഘോഷത്തിൻ്റെ സമയം കഴിഞ്ഞു. ഉടയാടകൾ അഴിച്ച് തിരുവാഭരണം അഴിച്ചു മാറ്റി അവ തിരികെ കൊട്ടാരത്തിലേക്ക് കൊടുത്തയക്കുകയും ഭഗവാൻ അയ്യപ്പനെ ഭസ്മവിഭൂഷിതനാവുന്നു. യോഗദണ്ഡും രുദ്രാക്ഷമാലയണിഞ്ഞ് യോഗദണ്ഡും പിടിച്ചു യോഗനിദ്രയിലേക്ക് ഇനി മടങ്ങുകയാണ്. ആ യോഗനിദ്ര ചടങ്ങുകൾക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി സമാപനമാകും. ഇതിനുശേഷം രാജപ്രതിനിധി ക്ഷേത്രത്തിൻ്റെ താക്കോൽ കൂട്ടവും പണക്കിഴിയും മേൽശാന്തിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു. മേൽശാന്തിയും 18-ാം പടി ഇറങ്ങി താഴെ തിരുമുറ്റത്തേക്ക് എത്തുകയാണ്. അതിനുശേഷം താഴേക്കെത്തുന്ന രാജപ്രതിനിധി താഴെ തിരുമുറ്റത്ത് കാത്തു നിൽക്കുന്ന മേൽശാന്തിയുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ താക്കോൽ കൂട്ടവും പണക്കിഴിയും ശബരിമല ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് തിരികെ നൽകും. അടുത്ത തീർത്ഥാടനകാലം വരെയുള്ള ക്ഷേത്രകാര്യങ്ങൾ കൃത്യമായി നോക്കി നടത്താനുള്ള നിർദ്ദേശം നൽകിയ ശേഷം തിരുവാഭരണ ഘോഷയാത്ര സംഘത്തോടൊപ്പം അദ്ദേഹവും പന്തളത്തേക്ക് മടക്കയാത്ര ആരംഭിക്കുകയാണ്. ഇനി ഭഗവാന് യോഗനിദ്രയുടെ നാളുകൾ. ഭക്തരുടെയും രാജാവിൻ്റെയും അഭ്യർത്ഥന പ്രകാരം കുംഭമാസ പൂജകൾക്കായി ഇനി ഫെബ്രുവരി 12-ന് വീണ്ടും നട തുറക്കുകയും ചെയ്യും. അതുവരെ ഭഗവാന് കാവലായി മലദൈവങ്ങളും ഭൂതഗണങ്ങളും. അരുൺ കൊടുങ്ങൂർ, ഗോകുൽ, അവിടെ ചടങ്ങുകൾ എവിടെ വരെ എത്തി? മഹാഗണപതി ഹോമം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷം ഇനി പന്തളത്തു നിന്നെത്തിയ തിരുവാഭരണ സംഘം സ്വാമിയെ വഴങ്ങി 18-ാം പടി ഇറങ്ങുന്ന ചടങ്ങാണ് അടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ കൊടുങ്ങൂരിലേക്ക്. തീർച്ചയായും നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള പല്ലക്ക് വാഹക സംഘമാണ്. എന്തായാലും ഈ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം തന്നെ സന്നിധാനത്തേക്ക് എത്തുന്നതാണ്. ആ ആചാരപരമായ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാക്കാനായി, ആ ആചാരപരമായ ചടങ്ങുകളൊക്കെ തന്നെ സാക്ഷിയാകാനായി എത്തിയ പല്ലക്ക് സംഘമാണ്. അവരുടെ വിശേഷങ്ങളിലേക്ക് കൂടി നമുക്കിപ്പോൾ പോകേണ്ടതുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു യാത്ര? എങ്ങനെയാണ് നമ്മുടെ യാത്ര? കഠിനമായ ഒരു യാത്ര തന്നെയാണ്. നമ്മളും തിരുവോണത്തിൻ്റെ കൂടെ തന്നെ, അതേപോലെ 12-ാം തീയതി 1 മണിക്കാണ് ഞങ്ങളും തിരുവോണത്തിന് മുമ്പിൽ തന്നെ പന്തളത്ത് നിന്ന് ഇറങ്ങുന്നത്. ഞങ്ങൾ മുമ്പിലാണെങ്കിലും പിന്നെ തിരുവാഭരണം മുമ്പിലും ഞങ്ങൾ പിന്നിലുമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പമ്പയിൽ വരുമ്പോൾ അത് തിരുവാഭരണം നേരിട്ട് സന്നിധാനത്തോട്ട് പോരുന്നു. ഞങ്ങൾ 2 ദിവസം പമ്പയിലാണ്. അവിടുന്ന് പിന്നെ 16-ാം തീയതിയാണ് ഞങ്ങൾ സന്നിധാനത്തോട്ട് കയറുന്നത്. അവിടെ വന്ന് തമ്പുരാൻ 18-ാം പടി കയറി പോന്നു. ഞങ്ങൾ മേനാവുമായിട്ട് മാളികപ്പുറത്തോട്ട് പോകുന്നു. മാളികപ്പുറത്തല്ല, വടക്കേപ്പടിയിൽ അവിടുന്ന് തമ്പുരാൻ ഇറങ്ങി വന്ന തമ്പുരാനെ മേനാവിലോട്ട് കയറ്റി ഞങ്ങൾ മാളികപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചിറങ്ങുന്ന ദിവസമാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ഞങ്ങളൊരു ജന്മപുണ്യം തന്നെയാണ് ഈ ഒരു ഭാഗത്തിൽ അംഗമാകാൻ കഴിയുന്നത്. രാജപ്രതിനിധിയെ കൊണ്ടുപോകുക അതൊരു വലിയൊരു ഭാഗ്യം തന്നെയല്ലേ? ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായി തന്നെയല്ലേ കാണുന്നത്? അത് ഞങ്ങളെ ജന്മപുണ്യമാണ് എല്ലാവരുടെയും. ഞങ്ങൾ 13 അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. എല്ലാവരുടെയും സുജന്മ പുണ്യം തന്നെയാണത്. ഇങ്ങനൊരു അവസരം തന്നതിൽ അയ്യപ്പനോട് ഞങ്ങൾ തീർത്തതീരാത്ത കടപ്പാണ് അയ്യപ്പനോട്. ഭഗവാൻ തന്നൊരു നിയോഗമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്.
എന്തായാലും എങ്ങനെയാണ് ആ ഒരു വൈകാരിക ചടങ്ങുകൾക്കൊക്കെ തന്നെയാണ് ശബരിമല സാക്ഷ്യം വഹിക്കുമ്പോൾ ശബരിമലയിലേക്ക് പന്തളം കൊട്ടാരത്തിൽ നിന്നെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കൂടിയാണ്. ഭഗവാന്റെ രാജപ്രതിനിധിയെ കൃത്യമായി തന്നെ ശബരിമലയിൽ എത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഇവിടേക്ക് എത്തിച്ച് അതുപോലെ തന്നെ തിരിച്ച് മടക്കി പന്തളം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ പല്ലക്ക് വാഹക സംഘത്തിൻ്റെ പ്രതികരണമാണ്. മുൻജന്മ സുഹൃതമായി തന്നെയാണ് ഈ ഒരു നിയോഗങ്ങളെ ഇവർ കാണുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിന് നടുവിലൂടെയാണ്, ചരണമന്ത്രങ്ങൾക്ക് നടുവിലൂടെയാണ് ഇവരൊക്കെ തന്നെയും ഇവിടേക്ക് എത്തുകയും ചെയ്തത്. തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ തിരുവാഭരണ ഘോഷയാത്രയായാലും മറ്റ് ചടങ്ങുകളൊക്കെ ആയാലും പല വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ എന്നോണം ഒന്നെന്നുള്ള രീതിയിലാണ് ആ ചടങ്ങുകളൊക്കെ ശബരിമലയിൽ നടക്കുന്നത്. ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്രയുടെ ഒരു സംഘമാണ് പല്ലക്ക് വാഹക സംഘം. 13 അംഗ സംഘമാണ് രാജപ്രതിനിധിയുടെ പല്ലക്ക് ചുമക്കുക എന്നുള്ള ഉത്തരവാദിത്വം പേറിക്കൊണ്ട് ശബരിമലയിലേക്ക് എത്തുന്നത്. അതുകൂടാതെ തിരുവാഭരണ പേടകവാഹക സംഘമുണ്ട്. അത് മരുതവന ശിവൻകുട്ടി, അദ്ദേഹമാണ് ഇത്തവണ ഗുരുസ്വാമി. കുളത്തിനാൽ ഗംഗാധരപിള്ളയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തിരുവാഭരണങ്ങൾ അയ്യപ്പൻ്റെ പ്രധാന തിരുവാഭരണ പേടകം ശിരസിലേറ്റാൻ ഭാഗ്യം ലഭിച്ചയാൾ. അദ്ദേഹം അനാരോഗ്യം മൂലം ഇക്കുറി മാറി. അതുകൊണ്ട് തന്നെ മരുതവന ശിവൻകുട്ടി, അദ്ദേഹത്തിനാണ് ഇക്കുറി നിയോഗം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 40ഓളം അംഗങ്ങൾ അടങ്ങുന്ന തിരുവാഭരണ പേടക സംഘം, അങ്ങനെ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങൾ, സുരക്ഷയൊരുക്കി പോലീസ്, ഫയർഫോഴ്സ്, വനംവകുപ്പ് അടക്കമുള്ള സേനകളുടെ ഉദ്യോഗസ്ഥർ, അങ്ങനെ ഒരു സംഘത്തിൻ്റെ പ്രയത്നം, ഒരു സംഘത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘം ചേർന്നുകൊണ്ട് ഈ ആചാരങ്ങളൊക്കെ അയ്യപ്പന് വേണ്ടി നടപ്പാക്കുക എന്നുള്ളത് വർഷങ്ങളായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ശൈലി തന്നെയാണ്. എന്തായാലും ആ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ കൂടി ഒരു സന്ദേശം കൂടിയിട്ടാണ് ശബരിമലയിലെ ഓരോ ആചാരങ്ങളും നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാത്തിരുന്ന ആ ഒരു മനോഹരമായുള്ള, ഏറ്റവും ഹൃദ്യമായുള്ള, ആ പവിത്രമായുള്ള, ഏറ്റവും വിശ്വാസപരമായുള്ള, വികാരപരമായുള്ള ആ ഒരു ചടങ്ങിലേക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ പോവുകയാണ്. എന്തായാലും സുരക്ഷ ഒരുക്കുന്ന പോലീസുകാരൊന്നാകെ, തിരുവാഭരണ പേടകങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊന്നാകെ ആ 18-ാം പടിക്ക് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഏതു സമയവും ആ തിരുവാഭരണം, ആ പൊന്നു 18-ാം പടി താഴേക്ക് എത്തും. ആ മനോഹരമായുള്ള കാഴ്ചകൾക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ സാക്ഷ്യം വഹിക്കുകയാണ്. 3 പേടകങ്ങൾ. ഒന്നാമത്തെ പേടകത്തിൽ അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ, അയ്യപ്പന് ചാർത്തുന്ന തിരുവാഭരണങ്ങൾ. രണ്ടാമത്തെ പേടകത്തിൽ പൂജാപാത്രങ്ങൾ, വെള്ളി കെട്ടിയ ശംഖടക്കമുള്ള പൂജാപാത്രങ്ങൾ. മൂന്നാമത്തെ പേടകത്തിൽ കൊടികൾ, അതായത് കൊടിയടയാളങ്ങളാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മണിമണ്ഡപത്തിൽ നിന്നും നടന്ന എഴുന്നള്ളിപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. 2 അയ്യപ്പൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായിട്ട് 2 കൊടിയടയാളങ്ങൾ, ഒരു ചുവപ്പ് നിറത്തിലുള്ള കൊടിയും ഒരു കറുപ്പ് നിറത്തിലുള്ള കൊടിയും, ഉടുമ്പാറമലയെയും തലപ്പാറമലയെയും സൂചിപ്പിക്കുന്ന 2 കൊടികൾ. ആ 2 കൊടികളടങ്ങിയ ആ പേടകമാണ് മൂന്നാമതായിട്ട് യാത്ര ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ 3 പേടകങ്ങളിലാക്കിക്കൊണ്ടാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര അങ്ങനെ തിരികെയുള്ള യാത്രയും ആരംഭിക്കുന്നത്. ഒന്നാമത്തെ പേടകമാണ് നേരെ ഈ 18-ാം പടി കടന്ന്, നമ്മൾ അന്ന് ദൃശ്യങ്ങളിൽ മകരവിളക്കിൻ്റെ ദിവസം തത്സമയം സംരക്ഷണം ചെയ്തിരുന്നതാണ്. ഒന്നാമത്തെ പേടകം ഈ 18-ാം പടി കയറി നേരെ സോപാനത്തിനുള്ളിലൂടെ ആ ക്ഷേത്ര ശ്രീകോവിലേക്ക് കൊണ്ടുപോയി. 2-3 പേടകങ്ങൾ നേരെ മണിമണ്ഡപത്തിലേക്കാണ് പോയത്. എന്തായാലും ആ 3 പേടകങ്ങളും തിരികെയുള്ള വടക്കയാത്ര ആരംഭിക്കാനായിട്ട് പോവുകയാണ്. തിരുവാഭരണ പേടകങ്ങളായിരിക്കും ആദ്യം ഇറങ്ങുക. അതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്തർ നിലവിൽ ഈ 18-ാം പടിക്ക് താഴെ അങ്ങനെ പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്നുണ്ട്. ഒപ്പം സുരക്ഷ ഒരുക്കി തിരുസന്നിധാനത്തുനിന്നും ശരണം വിളികൾ മുഴങ്ങുകയാണ്. എന്തായാലും തിരുവാഭരണ മടക്ക യാത്രയ്ക്ക്, തിരിച്ചുള്ള യാത്രയ്ക്ക് തുടക്കമാകുന്നു എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ ഏറ്റവും വിശ്വാസപൂർവമുള്ള, ആ ഭക്തിപരമായുള്ള ആ ഒരു ചടങ്ങിന് ഭഗവാന്റെ തിരുസന്നിധാനം, ഇവിടെ കാത്തു നിൽക്കുന്ന ഭക്തസഹസ്രങ്ങൾക്ക് മുന്നിലൂടെ ആ തിരുവാഭരണത്തിൻ്റെ തിരിച്ചെഴുന്നള്ളിപ്പാണ്. വാക്കുകൾ കൊണ്ട് എത്ര നമ്മൾ വിവരിച്ചാലും എത്ര തന്നെ വിവരിക്കാൻ കഴിയാത്ത ആ ഒരു ചടങ്ങിലേക്ക്, ഏറ്റവും വൈകാരികമായുള്ള ആ ചടങ്ങിലേക്ക്, ഏറ്റവും ഹൃദ്യമായുള്ള ചടങ്ങിലേക്ക്, ഏറ്റവും വിശിഷ്ടമായുള്ള ചടങ്ങിലേക്ക്, ഏറ്റവും ശ്രേഷ്ഠമായുള്ള ആ ചടങ്ങിലേക്ക് ശബരിമല സന്നിധാനം സാക്ഷ്യം വഹിക്കുകയാണ്. അതിന് തുടക്കമായി ഈ ഭഗവാന്റെ പൊന്നു തിരുവാഭരണങ്ങൾ ആ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിന്നും, ഭഗവാന്റെ ശ്രീകോവിലിന് മുന്നിൽ നിന്നും ആ മടക്കയാത്ര ആരംഭിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ എത്തുകയാണ്.